നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗ് രാജിവെച്ചു. സിൽവർ ലൈൻ DPR ഡെഡിക്കേറ്റഡ് സ്പീഡ് കോറിഡോറായി പരിഗണിക്കണം. റെയിൽവേ ബോർഡിനോട് റെയിൽ. തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ സമഗ്ര വികസന സമീപനത്തിൽ വെള്ളത്തിന് മുഖ്യ പരിഗണന വേണം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. APJ അബ്ദുൽ കലാം ലൈബ്രറിക്കെതിരെ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റിദ്ധാരണാജനകം. 110 പെൺകുട്ടികൾക്ക് വിവാഹ സഹായമായി 1.40 കോടി രൂപ സമ്മാനിച്ച് ഓർത്തഡോക്സ് സഭ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. വംശീയ കലാപബാധിത മണിപ്പൂരിൽ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗിന്റെ അപ്രതീക്ഷിത രാജി. നിയമസഭയിൽ തിങ്കളാഴ്ച കോൺഗ്രസ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെയാണ് BJP മുഖ്യമന്ത്രിയുടെ നാടകീയ നീക്കം. ഞായറാഴ്ച വൈകിട്ട് രാജ്ഭവനിൽ മന്ത്രിമാർക്കൊപ്പമെത്തിയാണ് ബീരൻ സിംഗ് ഗവർണർ അജയ് കുമാർ ദലിക്ക് രാജിക്കത്ത് കൈമാറിയത്. തിങ്കളാഴ്ച ബജറ്റ് സമ്മേളനം തുടങ്ങാനിരിക്കെയാണിത്. രാജിക്ക് പിന്നിലെ മണിപ്പൂർ നിയമസഭ മരവിപ്പിച്ച ഗവർണർ തിങ്കളാഴ്ച ഡൽഹിയിലെത്തുമെന്നാണ് വിവരം. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചേക്കും. ഞായറാഴ്ച രാവിലെ ഡൽഹിയിലെത്തിയ ബീരൻ സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. 1.5 വർഷമായി മണിപ്പൂരിൽ തുടരുന്ന വംശീയ കലാപം അടിച്ചമർത്തുന്നതിൽ പരാജയപ്പെട്ട ബീരൻ സിംഗിന്റെ രാജി ആവശ്യപ്പെട്ട പാർട്ടിക്കുള്ളിൽ മുറിവുകൾ ഉയർന്നിരുന്നു. കൂടാതെ പാർട്ടിയിലെ 12 കുക്കി MLA-മാർ മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിന് BJPയുടെ ചില കേന്ദ്ര നേതാക്കളും അനുകൂലിച്ചു. പിന്നാലെയാണ് അമിത് ഷാ ബീരൻ സിംഗിനെ ഡൽഹിയിലേക്ക് വിളിച്ചത്. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജിയെന്നാണ് വിവരം. മണിപ്പൂരിന്റെ നല്ല ഭാവിക്കായി തുടർന്നും പ്രവർത്തിക്കുമെന്ന് ബീരൻ സിംഗ് വ്യക്തമാക്കി. രാജ്യത്തിന്റെ മുന്നിൽ കേരളം ഉയർത്തിക്കാണിക്കുന്ന അഭിമാന സ്ഥാപനങ്ങളിൽ ഒന്നാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അധിക വിവാഹ സംഹരണം നടത്തി പദ്ധതികൾ സമയബന്ധിതമായി അംഗീകാരം വാങ്ങി നിർവഹിക്കുമെന്നതാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. ജനപങ്കാളിത്തത്തോടെ ഇന്ത്യയിലെ 3 ലക്ഷം പഞ്ചായത്തുകൾ കേരളത്തെ അനുകരിച്ച് GPDP പദ്ധതി നടപ്പിലാക്കി വരുന്നു. എന്നാൽ സുസ്ഥിര വികസനത്തിൽ നിന്നും സമഗ്ര വികസനത്തിലേക്ക് നീങ്ങുവാൻ സാധിച്ചില്ല. 3000 മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ പരിധിയിൽ 15% പോലും സംഭരിക്കാൻ കഴിയുന്നില്ല. മഴവെള്ളം ഭൂമിയിൽ സംഭരിക്കാതെ കേരളത്തിന് മുന്നോട്ട് പോകുവാൻ പ്രയാസമാണ്. ജനുവരി മാസം മുതൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം ചില മേഖലകളിൽ അനുഭവപ്പെടുന്നു. ചില വിദ്യാലയങ്ങൾ, ആശുപത്രികൾ പോലും പ്രവർത്തിക്കുവാൻ വാട്ടർ അതോറിറ്റിയെയും ടാങ്കർ ലോറിയെയും ആശ്രയിക്കുന്നു. സമഗ്ര വികസനത്തിൽ നീർത്തട വികസനത്തിന് ഉയർന്ന പരിഗണന വേണം എന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെട്ടു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജില്ലാതല സമഗ്ര വികസന ശില്പശാലയിലാണ് മേൽനിർദ്ദേശങ്ങൾ ഉയർന്നത്. കണ്ണൂരിൽ സംഘടിപ്പിച്ച ശില്പശാല കണ്ണൂർ സർവകലാശാല MA ഡിസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവർണൻസ് വിഷയത്തിൽ 1ാം റാങ്ക് നേടിയ KK രവി ഉദ്ഘാടനം ചെയ്തു. AIPS മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗവുമായ T ഗംഗാധരൻ വിഷയാവതരണം നടത്തി. ജില്ലാ വികസന സമിതി ചെയർമാൻ PV രത്നാകരൻ അധ്യക്ഷത വഹിച്ചു. പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് OM ശങ്കരൻ, സംസ്ഥാന ട്രഷറർ PP ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗം M ദിവാകരൻ, പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് KP പ്രദീപ് കുമാർ, ജില്ലാ വികസന സമിതി കൺവീനർ ജയപ്രകാശ് പന്തക്ക, പന്ന്യന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KK മണിലാൽ, പെരളശ്ശേരി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KK സുഗതൻ, ചെറുതാഴം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TV ഉണ്ണികൃഷ്ണൻ, CP ഹരീന്ദ്രൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ലഘു അവതരണങ്ങൾ നടത്തി. ധന്യാറാം, PV പത്മാവതി, PK സുധാകരൻ എന്നിവർ സംസാരിച്ചു. ബിജു നെടുവാലൂർ നന്ദി പറഞ്ഞു. APJ അബ്ദുൽ കലാം ലൈബ്രറിക്കെതിരെ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റിദ്ധാരണാജനകമാണെന്ന് APJ ലൈബ്രറി ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിൽ ഇന്ന് ചർച്ചാ വിഷയമായ ഇരുചക്ര വിതരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് DCC പ്രസിഡന്റിന്റെ ആരോപണം. APJ ലൈബ്രറി സാംസ്കാരിക പ്രവർത്തനത്തോടൊപ്പം നിരവധി പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. സർക്കാരിതര ഏജൻസികൾ ഇതിനാവശ്യമായ സഹായം ചെയ്തു വരുന്നുണ്ട്. നെറ്റ് സീറോ കാർബൺ, ഊർജ്ജഗ്രാമം, സൈക്കിൾ ഗ്രാമം, ഓൺലൈൻ മീഡിയ, പുസ്തക പ്രസാധനം, വനിതാവേദിയുടെ സംരംഭം, സ്വയം തൊഴിൽ പരിശീലനങ്ങൾ, ഇലക്ട്രിക് സ്കൂട്ടർ വിതരണം, ഫിലമെന്റ് രഹിത പ്രദേശം തുടങ്ങിയവ ഇതിൽ പ്രധാനപ്പെട്ടതാണ്.
ഇത്തരം പദ്ധതികളിൽ ഒന്നാണ് വനിതകൾക്ക് തയ്യൽ യൂണിറ്റും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും വിതരണം ചെയ്തത്. 2022 തുടങ്ങിയ ഈ പദ്ധതി ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ പദ്ധതികൾക്കെല്ലാം തട്ടിപ്പാണ് എന്ന രീതിയിലുള്ള പ്രചാരണം ശരിയല്ല. HP കമ്പനിയുടെയും ഉഷ കമ്പനിയുടെയും ക്രൗഡ് ഫണ്ടും മാർക്കറ്റിംഗ് ഫണ്ടും ഉപയോഗിച്ചാണ് ഇവ 50% ഡിസ്കൗണ്ടിൽ വിതരണം ചെയ്യുന്നത്. ഹോണ്ട, TVS, സുസുക്കി, യമഹ തുടങ്ങിയ കമ്പനികളുടെ സഹകരണത്തോടെയാണ് ഇരുചക്ര വാഹന വിതരണം നടത്തുന്നത്. കേരളത്തിൽ 250ഓളം വരുന്ന സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയിലാണ് പദ്ധതി മുന്നോട്ടു പോകുന്നത്. ഇപ്പോൾ വിവാദത്തിലായ സീഡ്, സയൻസ് സൊസൈറ്റികൾ നമ്മുടെ കൂട്ടായ്മയിൽ ഇല്ല. ഈ പദ്ധതിയാകെ തട്ടിപ്പ് എന്ന് പറയുന്നതിന് പകരം ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം ഈ കമ്പനികളുടെ ഉന്നതരുമായി അന്വേഷണം നടത്തുകയായിരുന്നു വേണ്ടത്. എന്നാൽ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് തട്ടിപ്പ് നടത്തിയ അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ഗുണഭോക്താക്കൾക്ക് നഷ്ടപ്പെട്ട തുക അവരിൽ നിന്ന് ഈടാക്കുകയും വേണം. NGO കൂട്ടായ്മ രൂപീകരിച്ചത് ഉൽപ്പന്ന വിതരണം ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ പദ്ധതി. 3 വർഷം കൊണ്ട് വിവിധ ഘട്ടങ്ങളിലായി 48,000 തയ്യൽ മെഷീനുകൾ, 26,000 ലാപ്ടോപ്പുകൾ, 14,500 ഇരുചക്ര വാഹനങ്ങൾ, പുസ്തക കിറ്റുകൾ എന്നിവ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. APJ ലൈബ്രറിയും 200ഓളം ഇരുചക്ര വാഹനം, 1000-ന് മുകളിൽ തയ്യൽ മെഷീൻ, 500ഓളം ലാപ്ടോപ്പ്, ഇലക്ട്രിക് സ്കൂട്ടി, സൈക്കിളുകൾ എന്നിവ വിതരണം ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉൽപ്പന്നങ്ങൾ ഇനിയും വിതരണം ചെയ്യാനുണ്ട്. അതിന്റെ സമയക്രമത്തിൽ തന്നെ അത് വിതരണം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉണ്ടായ വിഷയത്തെ തുടർന്ന് സംസ്ഥാനത്താകെയുള്ള സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മ കമ്പനികളുമായി ഡയറക്റ്റ് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. APJ ലൈബ്രറി മുഖേനയുള്ള ഗുണഭോക്താക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ നിശ്ചിത തീയതിക്കുള്ളിൽ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ഘട്ടത്തിൽ പണം തിരികെ കൊടുക്കാനുള്ള സംവിധാനവുമുണ്ട്. അതുകൊണ്ട് ആർക്കും പണം നഷ്ടമാകില്ല. കേരളത്തിലെ സാമൂഹ്യ മണ്ഡലത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ പ്രസ്ഥാനങ്ങളാണ് സന്നദ്ധ സംഘടനകൾ. കോവിഡ് പ്രളയകാലത്ത് സംഘടനാ പ്രവർത്തകർ ജീവൻ പണയം വെച്ചാണ് സമൂഹത്തിൽ ഇടപെട്ടത്. വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരാണ് വിവിധ സംഘടനയിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ സന്നദ്ധ സംഘടനാ കൂട്ടായ്മയിൽ രാഷ്ട്രീയമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ജനപ്രതിനിധികളും ഞങ്ങളുടെ പരിപാടികളിൽ വരാറുണ്ട്. അപ്പോൾ ഉണ്ടായ തെറ്റായ പ്രവണത തിരുത്തേണ്ടതാണ്. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെല്ലാം തെറ്റുകാരാണെന്ന വിധത്തിൽ വാർത്ത നൽകുന്ന മാധ്യമങ്ങൾ യഥാർത്ഥ സ്ഥിതി അന്വേഷിച്ച് വസ്തുത ജനങ്ങളിലേക്ക് എത്തിക്കണം. APJ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ നിന്ന് അധികൃതർ പിന്മാറണമെന്നും അഭ്യർത്ഥിക്കുന്നു. പേവിഷബാധ ജാഗ്രത വേണം. DMO പേവിഷബാധയുമായി ബന്ധപ്പെട്ട് ജാഗ്രത വേണമെന്നും പേവിഷബാധയ്ക്കുള്ള വാക്സിൻ ബന്ധപ്പെട്ട സർക്കാർ ആശുപത്രികൾ ലഭ്യമാണെന്നും DMO അറിയിച്ചു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വളർത്തുമൃഗങ്ങളുടെയോ തെരുവു നായ്ക്കളുടെയോ കടിയോ മാന്തലോ ഏറ്റാൽ ആ ഭാഗം സോപ്പ് ഉപയോഗിച്ച് 15 മിനിറ്റ് പൈപ്പ് തുറന്നു വെച്ച് വെള്ളത്തിൽ കഴുകാൻ ശ്രദ്ധിക്കണം. മുറിവുള്ള ഭാഗം നന്നായി കഴുകിയതിനു ശേഷം പേവിഷബാധക്കുള്ള വാക്സിൻ ലഭ്യമാകുന്ന ഏറ്റവും അടുത്ത ആശുപത്രിയിലെത്തി വാക്സിൻ സ്വീകരിക്കണം. വളർത്തുമൃഗങ്ങളുടെയോ മറ്റോ കടിയോ മാന്തലോ ഏറ്റാൽ വാക്സിൻ സ്വീകരിക്കണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശം ലഭിക്കുന്നതിനായി ഡോക്ടറുടെ സേവനം തേടണം. മറ്റ് അഭിപ്രായങ്ങൾ സ്വീകരിക്കരുത്. വാക്സിൻ സ്വീകരിക്കുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശവും വാക്സിൻ ആവശ്യമെങ്കിൽ അവയും ആശുപത്രികളിൽ നിന്ന് ലഭിക്കും. പേവിഷബാധക്കെതിരെയുള്ള വാക്സിൻ വളരെയേറെ സുരക്ഷിതവും ജീവൻ രക്ഷിക്കുന്നതുമാണ്. ചെറിയ കുട്ടികളെ വളർത്തുമൃഗങ്ങളോ മറ്റോ മാന്തുകയോ കടിക്കുകയോ ചെയ്താൽ അക്കാര്യം രക്ഷിതാക്കളോട് പറയണം. കുട്ടികൾ മൃഗങ്ങളുമായി ഇടപഴകുന്ന ശീലം പരമാവധി കുറക്കണം. വളർത്തുമൃഗങ്ങൾക്ക് പേവിഷബാധക്കെതിരെയുള്ള വാക്സിനേഷൻ എടുക്കാൻ ഉടമസ്ഥന്മാർ ശ്രദ്ധിക്കണം. തെരുവു നായ്ക്കളുടെ ശല്യം കൂടി വരുന്ന സാഹചര്യത്തിൽ അവ കൂട്ടമായി കാണപ്പെടുന്ന ഇടങ്ങളിൽ അവയ്ക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ടാകണം. ഭക്ഷണ മാലിന്യം, ഇറച്ചി, കടകളിൽ നിന്നുള്ള മാലിന്യം ഉൾപ്പെടെയുള്ള ജൈവമാലിന്യങ്ങൾ വലിച്ചെറിയരുത്. ജൈവമാലിന്യം കൂട്ടിയിട്ട സ്ഥലങ്ങൾ വൃത്തിയാക്കണം. ഇക്കാര്യം ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം. വളർത്തുനായ്ക്കളെ ഒരു കാരണവശാലും തെരുവിൽ ഉപേക്ഷിക്കരുത്. ഭിക്ഷാടനം ചെയ്യുന്നവർ, അലഞ്ഞു തിരിയുന്നവർ, ആരാധനാലയങ്ങളോട് ചേർന്ന് ജീവിച്ചു പോരുന്ന അശരണർ ഉൾപ്പെടെയുള്ളവർക്ക് പേപ്പട്ടികളുടെ കടിയേൽക്കാൻ സാധ്യതയുണ്ടാകും. അവർക്ക് പേവിഷ വാക്സിൻ സ്വീകരിക്കാനുള്ള അറിവോ സാഹചര്യമോ ഉണ്ടായെന്നു വരില്ല. അവർക്ക് പേപ്പട്ടികളുടെ കടിയേൽക്കുന്ന സാഹചര്യം ശ്രദ്ധയിൽപ്പെടുമ്പോൾ ആശുപത്രികളിൽ എത്തിക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം. അവരിൽ പേവിഷബാധയേറ്റ് മരിക്കുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിനായി പദ്ധതികൾ 37.8 കോടി രൂപ വിനിയോഗിക്കാം. വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സ്കൂൾ വിദ്യാഭ്യാസ നിലവാരത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയതായി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കിഫ്ബി ഏറ്റെടുത്ത അടിസ്ഥാന സൗകര്യ പദ്ധതികൾ, കൈറ്റ് നടപ്പിലാക്കിയ ഡിജിറ്റലൈസേഷൻ സംരംഭങ്ങൾ,
സ്മാർട്ട് ക്ലാസ് മുറികൾ തുടങ്ങിയവ മൊത്തത്തിലുള്ള ഗുണനിലവാരം മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അക്കാദമിക് മികവും ഗുണനിലവാരവും കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. ഇതിനായി ആരംഭിക്കുന്ന ഒരു പുതിയ സംരംഭമാണ് സമഗ്ര ഗുണമേന്മ പദ്ധതി. അക്കാദമിക് മികവും നടപ്പിലാക്കിയ മറ്റ് പദ്ധതികൾക്ക് പുറമെ അക്കാദമിക് മികവിനും സമഗ്ര ഗുണനിലവാര പദ്ധതികൾക്കുമായി മാത്രമായി 37,80,00,000 രൂപ നീക്കിവെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിൽവർ ലൈൻ DPR ഡെഡിക്കേറ്റഡ് സ്പീഡ് കോറിഡോറായി തന്നെ പരിഗണിക്കണമെന്ന റെയിൽവേ ബോർഡിനോട് ആവശ്യപ്പെട്ട് റെയിൽവേ ഭൂമി കൈമാറ്റുന്നതാണ് പ്രശ്നമെങ്കിൽ സിൽവർ ലൈൻ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ കേരയിൽ തയ്യാർ. ഡെഡിക്കേറ്റഡ് സ്റ്റാൻഡ്സ് അലോൺ സ്പീഡ് കോറിഡോറായി പരിഗണിക്കുമ്പോൾ അതാത് അതിവേഗ വണ്ടികൾക്ക് മാത്രമായുള്ള പാതയായി പരിഗണിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കാൻ കഴിയുമെന്നും കേരയിൽ അതിവേഗ വണ്ടികൾക്ക് മാത്രമായുള്ള പാത എന്ന അടിസ്ഥാന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും DPRൽ മറ്റു തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണെന്നും കേരയിൽ റെയിൽവേക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നു. വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് കൂടി സർവീസ് നടത്താൻ കഴിയുന്ന വിധം ബ്രോഡ് ഗേജിലേക്ക് പദ്ധതി മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് റെയിൽവേ കേരളിന് നൽകിയിരുന്നത്. പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് ഈ നിർദ്ദേശങ്ങൾ എന്ന നിലപാടാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ കേരയിൽ സ്വീകരിച്ചത്. കഴിഞ്ഞ ഡിസംബർ 5, 6 തീയതികളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നത്. ഇതിനിടെ റെയിൽവേ ബോർഡിന്റെ പ്രസ്തുത നിർദ്ദേശങ്ങൾ ദീർഘവീക്ഷണമില്ലാത്തതാണ്. മെട്രോമാൻ E. ശ്രീധരൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തെഴുതി. ഡിസംബർ 6-നാണ് അദ്ദേഹം കത്തയച്ചത്. ഒട്ടും പ്രൊഫഷണലിസമല്ലാത്തതാണ് റെയിൽവേ ബോർഡ് കേരളിന് നൽകിയ നിർദ്ദേശങ്ങൾ എന്നാണ് മെട്രോമാൻ വിലയിരുത്തുന്നത്. ബ്രോഡ് ഗേജിൽ പാത നിർമ്മിക്കാനുള്ള നിർദ്ദേശം കണ്ട് നിരാശയും ദുഃഖവും തോന്നിയെന്നാണ് മെട്രോമാൻ കത്തിൽ പറഞ്ഞത്. അതിവേഗത പാതകളിൽ പാസഞ്ചർ വണ്ടികളും ചരക്കുവണ്ടികളും ഓടിക്കുന്ന അങ്ങേയറ്റം അപകടകരമാണെന്നും E. ശ്രീധരൻ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതേ നിലപാടാണ് റെയിൽവേയുമായുള്ള ചർച്ചകളിൽ കേരളയിലും സ്വീകരിച്ചത്. ഈ പാതയ്ക്ക് റെയിൽവേ സേഫ്റ്റി കമ്മീഷണറുടെ സർട്ടിഫിക്കേഷൻ കിട്ടില്ല. അതിവേഗ പാത എന്ന ലക്ഷ്യം നേടാനും സാധിക്കില്ലെന്നും E. ശ്രീധരൻ ചൂണ്ടിക്കാട്ടുന്നു. 110 പെൺകുട്ടികൾക്ക് വിവാഹ സഹായമായി 1.25 കോടി രൂപയും വിവാഹ പുടവയും സമ്മാനിച്ച് ഓർത്തഡോക്സ് സഭ. സഭയുടെ ജീവകാരുണ്യ പദ്ധതിയായ സഹോദരന്റെ 3ാം വാർഷികം പ്രമാണിച്ചായിരുന്നു സഹായം. കോട്ടയം ദേവലോകം അരമനയിൽ നടന്ന ചടങ്ങ് പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ ബോസ് ഉദ്ഘാടനം ചെയ്തു. വിവാഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 100 വനിതകൾക്ക് 1 ലക്ഷം രൂപ നൽകാനായിരുന്നു സഭയുടെ പദ്ധതി. ഇതിലേക്കായി സഭയുടെ അഖില മലങ്കര മാർത്തമറിയും വനിതകൾ സഹോദരികൾക്ക് എന്ന പേരിൽ 1 കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. പദ്ധതി പ്രകാരം 1,40,00,000 രൂപ ലഭിച്ചതോടെ അപേക്ഷിച്ച് മുഴുവൻ പേർക്കും സഹായം നൽകുകയാണെന്ന് കത്തോലിക്ക ബാവ പ്രഖ്യാപിച്ചു. പദ്ധതി മാതൃകാപരമാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പശ്ചിമ ബംഗാൾ ഗവർണർ പറഞ്ഞു. സമൂഹത്തിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ പരിഗണിച്ച് ഗവർണറുടെ എക്സലൻസ് അവാർഡ് ഓർത്തഡോക്സ് സഭയ്ക്ക് സമ്മാനിക്കുന്നതായി ഗവർണറുടെ ഓഫീസ് പ്രഖ്യാപിച്ചു. ആർട്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് സമാഹരിച്ച 100 പുടവകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.